ലുക്കൊന്നേ ഉള്ളൂ ലുക്ക്. ഇതിലെ അമൃത ആരാ? കാൻഡി സ്ക്വയർ. അങ്ങനെ ഹലോ, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഡേ 4 ആയിട്ടോ. കാലത്ത് ഞങ്ങൾ ലേറ്റ് ആയിട്ട് എണീറ്റുള്ളൂ. ദെൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കായിരുന്നു, പണ്ടത്തെ കാര്യങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളും എല്ലാം. രാഗി ഇപ്പോഴാണ് നമ്മൾ മാജിക് ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. ആദർശിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ആക്ച്വലി നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്ലാൻ മാറ്റി. ഇനിയിപ്പോ എപ്പോഴാ ഇങ്ങനെയൊക്കെ ഉണ്ടാവാന്ന് അറിയില്ല. കാരണം കുറെ നാൾക്ക് ശേഷമാണ്, 7 വർഷത്തിന് ശേഷമാണ് ഇതില് നമ്മുടെ ഗ്രൂപ്പിൽ 2 പേരെ തന്നെ കാണുന്നത്. അപ്പോ ഇതായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെ ലാസ്റ്റ് കല്യാണം. ഇനിയിപ്പോ അധികം കാണില്ലല്ലോ ആരും. അപ്പൊ നമ്മള് പ്ലാൻ മാറ്റി, നാളെ പോവാന്നാക്കി. അപ്പൊ ചുമ്മാ ഇന്ന് രാഗി തിരിച്ച് ഖത്തറിൽ രാത്രി പോകും. സോ അതിന് മുന്നേ അവൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ ഷോപ്പിംഗ്, അല്ല ചില്ലറ ഷോപ്പിംഗ് ആണ്. സോ അതിനു വേണ്ടി നമ്മൾ റെഡി ആവാണ്. ഞാൻ റെഡിയായി. സോ ഇത് ഞാൻ ചെന്നൈ ശരവണ സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ച മാലയാട്ടോ, ബട്ടർഫ്ലൈ ആയിട്ട് കണ്ടോ. അങ്ങനെ ബാക്കിയുള്ളവർ റെഡി ആവുന്നുണ്ട്. അപ്പൊ ബാക്കി കാണാം. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കൊച്ചുള്ളി, പ്ലം കേക്ക്, പച്ചമാങ്ങ, പിന്നെ ഏത്തയ്ക്ക, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ഈ കൊച്ചുള്ളി? കൊച്ചുള്ളിക്ക് അത്ര നല്ല റേറ്റ്. ഒന്നുകൂടെ. അതെ, ഗോപികയുടെ ഗൗരി കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. സോ അവളെപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ലുക്കൊന്നേ ഉള്ളൂ, ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. പക്ഷെ അവളും കൂടെ ചേർത്തിട്ടാണ് സ്വത്ത്. സോറി, അവനും കൂടെ ചേർത്തിട്ടാണ് സ്വത്ത്. 2 എണ്ണം ഉണ്ട്. അങ്ങനെ ഇപ്പൊ 3 പേര്. അങ്ങനെ ഇനി പഠിക്കണം. ഞങ്ങള് പുറത്തു പോവാൻ വേണ്ടിട്ട് റെഡി ആയി നിൽക്കായിരുന്നു. സോ അതിന്റെ ഇടയിൽ കുറെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഗൗരിയും ലച്ചു ഏകദേശം മാച്ച് ആണല്ലോ. ഇതാണ് ലച്ചുവിന്റെ ഔട്ട്ഫിറ്റ്. On the way for only shopping. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഹരിചന്ദന ചന്ദന. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് പാട്ടൊക്കെ കേട്ട് ചിൽ ചെയ്യായിരുന്നു. അന്യൻ ഫിലിമിലെ സോങ്സ്, എല്ലാ സോങ്സും അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാവരും ശരിക്കും 4 days ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നു കേട്ടോ. നമ്മൾ ശരിക്കും കോളേജിൽ ഉണ്ടായിരുന്ന പോലെ അതേ വൈബായിരുന്നു. ഒന്നിനെ പറ്റിയും ആലോചനയില്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, പ്യൂർ ഫ്രണ്ട്ഷിപ്പ്, ഫുൾ കഥകൾ, അങ്ങനെ ഇങ്ങനെ നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഷഫ്പിള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. അഷ്ടമുടി കായലിൻ്റെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. സോ നല്ലൊരു വൈബായിരുന്നു. ഞാൻ കാണിച്ചു തരാം.
വെജ് മീൽസും അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് ആണ് കേട്ടോ ചൂസ് ചെയ്തത്. കുറേ ദിവസമായി ഫുൾ ടൈം ഈ ബിരിയാണിയൊക്കെ കഴിച്ച് നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി. ആൻഡ് ഇത് തിരുതമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ്. എനിക്ക് എല്ലാത്തിലും ഈ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചെമ്പല്ലിക്കോര ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിച്ചു. ആൻഡ് ദിസ് ഇസ് രാഖി. രാഖിയുടെ എക്സ്പ്രഷൻ അടിപൊളിയാണ്. കൊല്ലത്തെ ഷെഫ് പിള്ളയിലാണ് വന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. നീയോ? ഫസ്റ്റ് ടൈമാണ് നമ്മള്. എന്താ ലച്ചു പൊള്ളിച്ചതിന്റെ പേര്? തിരുത പൊള്ളിച്ചത്. അതിന്റെ ഫ്ലേവർ, മസാല ഫ്ലേവർ സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ ചെമ്പല്ലിക്കോര, കിളിമീൻ ഓർ ചെമ്പല്ലിക്കോര പറയില്ലേ അത്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് വേ എന്ന് പറഞ്ഞിട്ട്, ഇത് അഷ്ടമുടി കായലാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന്. ഈ വാക്ക് വേ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നെത്തുമ്പോൾ അപ്പുറത്ത് വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ റാവിസ് അതൊക്കെ ഞങ്ങൾക്ക് രാഹുലേട്ടൻ കാണിച്ചു തരുമായിരുന്നു. അവിടെ കണ്ടോ ഒരു വലിയ ഡ്രീം ക്യാച്ചർ ഉണ്ട്, കണ്ടോ? നല്ല രസമുണ്ട്. ഡ്രീം ക്യാച്ചർ കണ്ടപ്പോൾ പിന്നെ അതിന്റെ പിന്നാലെയായി. ആൻഡ് അത് പോയി ഇങ്ങനെ കൈയെത്തുന്ന ദൂരത്തിലായിരുന്നു. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഞങ്ങൾ രണ്ടുപേരാണ് ഏകദേശം ഹൈറ്റ് ഓക്കെ. സോ ഞാനും ഹരിയാണ് ചെന്നൈയിൽ എപ്പോഴും ഇതേപോലെ തോളത്തിട്ട് കൈയിട്ടിട്ട് നടക്കാം, ഈസി. പണ്ട് കൊട ഉണ്ടായിരുന്നു, ഇപ്പൊ കൊടയില്ല. കാറിലാണ് വന്നത്. കൊടയില്ലാതെ എങ്ങോട്ട് പോകത്തില്ല. കോളേജിൽ നമ്മളെല്ലാവരും ഐഡന്റിഫൈ ചെയ്യുക കൊട വെച്ചിട്ടാണ്. കൊട ആൻഡ് ഓൾസോ സൈഡ് ബാഗ് ഉണ്ടാവും. അതെ, സ്ലിംഗ് ബാഗ് ഉണ്ടാവും ഒരെണ്ണം. അതിങ്ങനെ ഷോൾഡറിൽ ക്രോസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മുടെ നടപ്പ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. ലച്ചുവിന്റെ ഫോൺ വിവോന്റെ ആണ്. സോ നല്ല ക്യാമറ ഒക്കെയാണ്, അതിലാണ് ഞങ്ങൾ എല്ലാ ഫോട്ടോസും എടുത്തത്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. നമ്മുടെ കൂട്ടത്തിലെ ഓവർ റാണി ഇസ് രാഖി. മിസ് രാഖി അല്ല, ഇപ്പൊ മിസ്സസ് രാഖിയാണ്. ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. അതുകൊണ്ടാണ് രാഖി എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾവേസ് മേക്കപ്പ് റാണി, ഓവർ റാണി, അങ്ങനെ കുറെ പേരില്ലേ രാഖി നിനക്ക്? ഇതിലെ അമൃത ആരാ? ഇതില് അമൃത ഗൗരി. എന്തുകൊണ്ടാണ് എല്ലാ നേരവും കരച്ചിലാണ്. പിന്നെ ഞങ്ങളുടെ അടിമക്കണ്ണല്ലേ ഗൗരി? കുട്ടിക്ക് എല്ലാം സ്വീറ്റ് ഗേൾ ആണ്, പക്ഷെ കരച്ചിലാണ്. കുട്ടീനെ ഡീൽ ചെയ്ത് കൊണ്ടു നടക്കാൻ ഇത്തിരി പാടാണ്. സ്മൈൽ ലച്ചു, ലച്ചിപ്പി കോളേജിലെ എന്റെ കൂടെ ഫസ്റ്റ് ഒക്കെ എപ്പൊ നോക്കിയാലും ഞങ്ങളാണ് ക്യാൻറ്റീനിൽ പോവാ. ഞങ്ങൾ രണ്ടുപേരും വെസ്റ്റിന്റെ ആൾക്കാരാണ്. നമ്മള് ക്യാൻറ്റീൻ സ്ക്വയർ എന്ന് പേരുണ്ട്, ക്യാൻറ്റീൻ സ്ക്വയർ. അങ്ങനെയാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. പിന്നെ ചില സാഹചര്യങ്ങൾ മൂലം, സമ്മർദ്ദം മൂലം, അതെ, അടിച്ചു പിരിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നായി. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പിൽ പതിവാണ് അല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതേപോലെ സില്ലി തല്ലുകൂട്ടം? പക്ഷെ അതെ, 7 years കഴിയുമ്പോ എന്തൊക്കെയായിരുന്നു തല്ല്. ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരും.
പക്ഷെ ആ ഒരു കോളേജ് ലൈഫിലെ ആ കൊറേ നല്ല 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 നിമിഷങ്ങൾ മാത്രമുള്ള നമുക്കിപ്പോ. അതുകൊണ്ട് കുറച്ച് നല്ല സമയം അങ്ങോട്ട് പോയി കിട്ടി. അതെ. അത് കഴിഞ്ഞ് രാഗിക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായി ഞങ്ങൾ സുപ്രീമിലാണ് വന്നത്. ചെന്ന് കയറുമ്പോൾ തന്നെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു. ക്രിസ്മസ് സീസൺ അല്ലേ. ഇതൊക്കെ ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ലച്ചുവിൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുഞ്ഞു പിള്ളേരാണ്. ഭയങ്കര ക്യൂട്ടാട്ടോ. 3 പേരെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അവരെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിപ്പിക്കുകയായിരുന്നു. എപ്പോഴും കുഞ്ഞു പിള്ളേരുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ അവരെ കൊണ്ട് ഡാൻസിന്റെ അടവൊക്കെ ചെയ്യിപ്പിക്കുന്നു. അരമണ്ഡലം എവിടെ? ചിരിച്ചേ. കുറച്ചുകൂടെ അരമണ്ഡലം നോക്കട്ടെ. അർത്ഥപതാക എങ്ങനെയാ? പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ വീണ്ടും അടുത്ത ഷോർട്സ് എടുക്കാൻ തുടങ്ങി. കോളേജ് ടൈമിൽ ഇത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പണി. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ പിന്നെ നൈറ്റ് ആയി. രാഗി പോവാൻ സമയം. പോവാണ്. അതെ, ഓഗസ്റ്റിൽ കവിതകളും സമാഹാരങ്ങളും. അതെ. പിന്നെ പല നഗ്ന സത്യങ്ങളും. ഇനി അവൾ വരും. കാത്തിരിക്കും. നമ്മളപ്പോ എല്ലാം കഴിഞ്ഞു. മോർണിംഗ് ആയി. സമയത്രേ 4:43. നമ്മള് പോവാണ് ഗൈസ്. നമ്മള് പോവാണ് വീട്ടിലേക്ക്. എന്നാലും നല്ല രസമായിരുന്നു. എല്ലാരും കൂടിയിട്ട് കുറെ 7 years കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അടിപൊളി പൊളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി എന്നാ കൂടണേന്ന് അറിയില്ല. ഉടനെ കൂടണം. അതെ. ഇവള് വന്ദേ ഭാരത്, ഞങ്ങൾ കുട്ടി ബ്ലോഗർ ആയതിനെ വെച്ചാണ്. തൽക്കാലത്തേക്ക് നമ്മൾ എല്ലാവരും ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് മീറ്റ്.